ഹായ് ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം LHD ഡിപ്പാർട്ട്മെന്റിലേക്ക് 2017 നടന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ കാറ്റഗറിയിലേക്ക് നടന്ന എക്സാമിന്റെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക. അതിനകത്ത് എങ്ങനെയുള്ള രീതിയിലാണ് സിലബസ് പ്രകാരം ഒക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ അറിയുന്നത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ്. സോ അതിനു വേണ്ടിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ LHD ഡിപ്പാർട്ട്മെന്റിലേക്ക് 2017 നടന്ന 83/2070 ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ എക്സ്പ്ലനേഷൻ, ആ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, among the following which is true for one-way slab? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് വൺ വേ സ്ലാബുമായിട്ട് ബന്ധപ്പെട്ടത്? സോ അതിനാദ്യം വൺ വേ സ്ലാബ് എന്താണ്, ടു വേ സ്ലാബ് എന്താണെന്ന് നോക്കാം. വൺ വേ സ്ലാബ് എന്ന് പറയുന്നത് ബീംസ് രണ്ട് സൈഡിൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അതേപോലെ ലോങ്ങർ സ്പാൻ ബൈ ഷോർട്ടർ സ്പാൻ റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. ഇത്രയും അവിടെ ഓർത്തിരിക്കണം. അടുത്ത ടു വേ സ്ലാബ്. ടു വേ സ്ലാബ് എന്ന് പറയുന്നത് 4 സൈഡ്സിലും ബീം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ബോത്ത് സൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലോങ്ങർ സ്പാൻ ബൈ ഷോർട്ടർ സ്പാൻ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ് ദാൻ 2. ഇത്രയും കണ്ടീഷൻ ടു വേ സ്ലാബിനകത്തും ഓർത്തിരിക്കണം. സോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് വൺ വേ സ്ലാബുമായിട്ട് ട്രൂ ആവുന്നത് ഏതാണ്? ആൻസർ എന്ത് വരും? greater than 2b എന്ന് വെച്ചാൽ longer span is greater than 2 into shorter span. So answer is option D. In treatment of water, what for sedimentation with coagulation is done? First of all നമ്മൾ sedimentation പറഞ്ഞാൽ sedimentation എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ കുറച്ചു നേരം ഒരു ഡിറ്റൻഷൻ പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബോട്ടം സൈഡിൽ വന്ന് എന്ത് ചെയ്യും? അടിഞ്ഞുകൂടും. അങ്ങനെ ആ ഒരു അടിഞ്ഞുകൂടുന്നതിനെ പിന്നെ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. എന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് കൂടുതലുള്ള പാർട്ടിക്കിൾസ് ആയതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ബോട്ടത്തിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നത്. എന്നാൽ ഫൈനർ ആണ് പാർട്ടിക്കിൾ, ചെറിയ ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യത്തില്ല? സെറ്റ് ചെയ്യത്തില്ല. കാരണം പെർട്ടിക്കുലർ ആയിട്ട് അതിന് വെയിറ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിങ്ങനെ മുകളിൽ തന്നെ ഇങ്ങനെ കിടക്കും. അതിനു വേണ്ടിയാണ് ഒരു കൊയാഗുലന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന കൊയാഗുലന്റ് ആണ് ആലം എന്ന് പറയുന്നത്. സോ ആലം നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്റെ സൈസ് എന്ത് ചെയ്യും? കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടി കഴിയുമ്പോൾ ഓഫ് കോഴ്സ് എന്താ അത് താഴോട്ടേക്ക് എന്ത് ചെയ്യും? സെറ്റിൽ ചെയ്തോളും. അങ്ങനെ അത് താഴോട്ടേക്ക് വന്ന് സെറ്റിൽ ചെയ്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം സെഡിമെന്റേഷനിൽ നമ്മൾ എന്തിനു കൊയാഗുലേഷൻ ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫൈനർ ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ റിമൂവലിന് വേണ്ടിയാണ്. സോ അപ്പൊ ആൻസർ എന്ത് വരും? സോ അപ്പൊ ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടറിൽ കൊയാഗുലേഷൻ നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? റിമൂവ് ദ ഫൈൻ കൊളോയിഡൽ പാർട്ടിക്കിൾ, ചെറിയ തരികളായിട്ടുള്ള ഫൈനർ ആയിട്ടുള്ള വെയിറ്റ് കുറവുള്ള പാർട്ടിക്കിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊയാഗുലേഷൻ ചെയ്യുന്നത്. What is an impermeable formation which contain water but not capable of transmitting? ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓരോന്നും നമുക്കൊന്ന് നോക്കാം. സോ അതിന് ഫസ്റ്റ് വൺ ആണ് അക്വിഫർ. അക്വിഫർ എന്ന് പറയുന്ന ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. സഫീഷ്യന്റ് ആയിട്ടുള്ള പെർമിയബിൾ മെറ്റീരിയൽ ആണ്. പെർമിയബിൾ മെറ്റീരിയലിന്റെ എക്സാമ്പിൾ ആണ് സാൻഡ്, ഗ്രാവൽ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തെ സ്റ്റോർ ചെയ്യാനും വെള്ളത്തിന് അതുവഴി മൂവ് ചെയ്യുവാനുമുള്ള ഒരു കണ്ടീഷൻ, ഓർഡിനറി ഫീൽഡ് കണ്ടീഷനിൽ അതിന് സാധ്യമാണ്. അതാണ് അക്വിഫർ എന്ന് പറഞ്ഞത്. ഓക്കെ, അക്വിഫർ എന്ന് പറഞ്ഞത് ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. സഫീഷ്യന്റ് ആയിട്ടുള്ള പെർമിയബിൾ മെറ്റീരിയൽ സാൻഡും ഗ്രാവലും അതിനകത്തുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാനും വെള്ളത്തിന് അതുവഴി മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതാണ് അക്വിഫർ. നെക്സ്റ്റ് വൺ ആണ് അക്വിക്ലൂഡ്. അക്വിക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംപെർമിയബിൾ മെറ്റീരിയൽ ആണ്. ഓർത്തിരിക്കണം, ഞാൻ ആദ്യം അക്വിഫർ പറഞ്ഞ ഒരു പെർമിയബിൾ മെറ്റീരിയൽ ആണെന്നാണ്. അക്വിക്ലൂഡ് എന്ന് പറയുന്നത് ഇംപെർമിയബിൾ മെറ്റീരിയൽ. ദാറ്റ് മീൻസ് വെള്ളത്തിനെ എന്ത് ചെയ്യത്തില്ല? താഴോട്ടേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് സാധ്യമല്ല, പക്ഷെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനൊരു എക്സാമ്പിൾ ഓർത്താൽ മതി, ക്ലേ.
ക്ലേ ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ക്ലേക്ക് അത് വെള്ളം നിൽക്കും, പക്ഷെ അതിന് അങ്ങോട്ടോക്കോ ഇങ്ങോട്ടോക്കോ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ശേഷി ഈ പറഞ്ഞ അക്കിക്ലൂഡിന് ഇല്ല. അപ്പൊ ക്ലേക്ക് ഇല്ല എന്ന് ഓർത്താൽ മതി. ക്ലേ അതിനൊരു എക്സാമ്പിൾ ആണ്, ഇംപെർമിയബിൾ മെറ്റീരിയലിന് ഒരു എക്സാമ്പിൾ ആണ് ക്ലേ. പ്രത്യേകിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, വെള്ളത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ സാധനത്തിന് ഇല്ല. അതാണ് അക്കിക്ലൂഡ് എന്ന് പറഞ്ഞത്. അപ്പൊ അക്യുഫർ എന്താണ്? ഒരു പെർമിയബിൾ മെറ്റീരിയൽ ആണ്. എക്സാമ്പിൾ സാൻഡ്, ഗ്രാവല്. സ്റ്റോർ ചെയ്യാൻ പറ്റും, അതുവഴി വെള്ളത്തിന് മൂവ് ചെയ്യാനും പറ്റും. അക്കിക്ലൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇംപെർമിയബിൾ മെറ്റീരിയൽ ആണ്. അതിന് സ്റ്റോർ ചെയ്യാനുള്ള ശേഷിയുണ്ട്, പക്ഷെ എന്ത് ചെയ്തില്ല, ട്രാൻസ്മിറ്റ് ചെയ്ത. എക്സാമ്പിൾ ആണ് ക്ലേ. നെക്സ്റ്റ് വണ് അക്യുറ്റാഡ്. അക്യുറ്റാഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. പെർമിയബിലിറ്റി കുറവാണ്, പക്ഷെ അതുവഴി സീപ്പേജ് പോസിബിൾ ആണ്. അതേപോലെ അടുത്തുള്ള എന്തെങ്കിലും ഒരു അക്യുഫർ ഉണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി വെർട്ടിക്കലി ആയിട്ട് വെള്ളം എന്ത് ചെയ്യും, ഫ്ലോ ചെയ്ത് ആ ഒരു അഡ്ജസന്റ് ആയിട്ടുള്ള അക്യുഫർ, ഒന്നെങ്കിൽ അക്യുഫറിൽ നിന്നോ അല്ലെങ്കിൽ അക്യുഫറിലേക്കോ കുറച്ച് എമൗണ്ട് വെള്ളത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അക്യുറ്റാഡിന്. അതിന് എക്സാമ്പിൾ ഓർത്താൽ മതി, സാൻഡി ക്ലേ. സാൻഡി ക്ലേ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. പുവർ ആയിട്ടുള്ള പെർമിയബിലിറ്റി, സീപ്പേജ് അതുവഴി നടക്കും. അടുത്തുള്ള ഏതെങ്കിലും അക്യുഫറിൽ ഒന്നെങ്കിൽ അവിടെ നിന്നോ അല്ലെങ്കിൽ അവിടേക്കോ വെള്ളത്തെ എന്ത് ചെയ്യാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവ് അക്യുറ്റാഡിനുണ്ട്, ചെറിയ രീതിയിൽ മാത്രം. നെക്സ്റ്റ് ആണ് അക്യുഫ്യൂജ്. അക്യുഫ്യൂജ് എന്ന് പറയുന്നത് ഒരു ഇംപെർമിയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, അതിനകത്ത് വെള്ളവും ഇല്ലതാനും അതിനകത്ത് പ്രത്യേകിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഇല്ല. അതിന് എക്സാമ്പിൾ ആണ് സോളിഡ് റോക്ക്. റോക്കിനകത്ത് വെള്ളം ഇല്ലതാനും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഇല്ല, ഉണ്ടെങ്കിലല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റൂ. നൈദർ കണ്ടെയ്ൻ നോർ ട്രാൻസ്മിറ്റ് വാട്ടർ. വെള്ളം ഇല്ല, അത് ട്രാൻസ്മിറ്റ് ചെയ്യത്തുമില്ല. അതാണ് അക്യുഫ്യൂജ് എന്ന് പറയുന്നത്. സോ അക്യുഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇംപെർമിയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. റോക്ക് ഓഫ് കോഴ്സ് ഒരു ഇംപെർമിയബിൾ മെറ്റീരിയൽ ആണ്. അതിനകത്ത് വെള്ളം ഇല്ല, അതേപോലെ വെള്ളത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവും അക്യുഫ്യൂജൻ ഇല്ല. സോ ഇത്രയാണ് നമ്മൾ അക്യുഫർ, അക്കിക്ലൂഡ്, അക്യുറ്റാഡ്, അക്യുഫ്യൂജ് പറഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ഇംപെർമിയബിൾ ഫോർമേഷൻ ആണ്, അതിനകത്ത് വെള്ളം ഉണ്ട് പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, അതിന് ആ ഒരു കഴിവ് ഇല്ല. അങ്ങനെയുള്ളതിനെ എന്താ വിളിക്കുന്നത്? അക്കിക്ലൂഡ്. അതിന് എക്സാമ്പിൾ ആയിരുന്നു ക്ലേ എന്ന് പറയുന്നത്. വെള്ളത്തെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തതിനെയാണ് അക്കിക്ലൂഡ് എന്ന് പറയുന്നത്. Which among the following is the ratio of modulus of elasticity of steel to the modulus of elasticity of concrete? So ആ റേഷ്യോ നമ്മൾ എന്താ വിളിക്കുന്നത്? ആൻസർ ആണ് മോഡുലാർ റേഷ്യോ. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ആണ് മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ? സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. എന്താണ് പോയ്സോൺസ് റേഷ്യോ? ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് പോയ്സോൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ആൻസർ ആണ് മോഡുലാർ റേഷ്യോ. Which among the following is a construction in the form of cluster of closely spaced piles used for tying up of ships? ഷിപ്പ് ടൈ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ ഓഫ് പൈൽ കൺസ്ട്രക്ഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആണ് ഡോൾഫിൻസ്. ഡോൾഫിൻസ് ആണ് ഷിപ്പ് ടൈ അപ്പ് ചെയ്യാൻ വേണ്ടി ആ ക്ലസ്റ്റർ ഓഫ് പൈലുകളെ ഒന്നിച്ച് അങ്ങനെ പൈൽസ് അങ്ങനെ വെച്ചിരിക്കുന്നതിനെയാണ് ഡോൾഫിൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഓപ്ഷനിലുള്ളത് ഫെൻഡർ. ഫെൻഡർ പൈൽസ് എന്ന് പറയുന്നത് വാട്ടർ സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. എന്തിൽ നിന്നാണ്? ഈ ഷിപ്പിന്റെ ഇമ്പാക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അതർ ഒബ്ജക്ട്സിൽ നിന്നുമൊക്കെ വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫെൻഡർ പൈൽസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ദ സ്ട്രെങ്ത് ഓഫ് എ സെക്ഷൻ? ഒരു സെക്ഷന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടി നമുക്കൊരു ബെൻഡിങ് ഇക്വേഷൻ നോക്കാം. ബെൻഡിങ് ഇക്വേഷനകത്ത് നമുക്ക് സിഗ്മ ബൈ വൈ ഈക്വൽ ടു എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ. സിഗ്മ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ്, അത് നമുക്ക് എഫ് വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാം. വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഓഫ് ദ ഫൈബർ ഫ്രം ന്യൂട്രൽ ആക്സിസ്, എം ബെൻഡിങ് മൊമെന്റ്, ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, ആറ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതിനകത്ത് ഞാൻ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എന്ന് വെച്ചാൽ സിഗ്മ ബൈ വൈ അല്ലെങ്കിൽ എഫ് ബൈ വൈ എന്ന് എടുക്കുക. എഫ് ബൈ ഐ ഈക്വൽ ടു
m/i എന്നുള്ള ഇക്വേഷൻ മാത്രം ഞാൻ എടുത്തിട്ട് എമ്മിനൊരു ഇക്വേഷൻ, അതാണ് m ഈസ് ഈക്വൽ ടു fi/y. ഇനി എന്താണ് i/y എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ ഫൈബർ ഫ്രം ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നതാണ് സെക്ഷൻ മോഡുലസ്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് z എന്ന് പറഞ്ഞ. സോ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും, m ഈസ് ഈക്വൽ ടു f(z). ഇതാണ് ഒരു സെക്ഷന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന മീനിങ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ആദ്യം പറഞ്ഞേക്കുന്ന ഇക്വേഷൻ എന്താ, m ഈസ് ഈക്വൽ ടു f(z). ഒരു സെക്ഷന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. m എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് റെസിസ്റ്റന്റ് ആണ്, അതാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞ. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മീൻസ് ബെൻഡിങ് മൊമെന്റ്. ആ ബെൻഡിങ് മൊമെന്റിനെയാണ് ഒരു സ്ട്രെങ്ത് ഓഫ് സെക്ഷന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, ആൻസർ ഓപ്ഷൻ എ, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെക്ഷൻ. ഇപ്പം ഓപ്ഷനകത്ത് നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓപ്ഷനിൽ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ആ z എടുക്കാം, കാരണം m ഈസ് ഈക്വൽ ടു f(z) ആണ്. അതുകൊണ്ട് z എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും സെക്ഷൻ മോഡുലസുമാണ് ഒരു സെക്ഷന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതിനകത്ത് ക്വസ്റ്റ്യനകത്ത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഓഫർ ചെയ്യേണ്ടത്, അത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നിട്ടില്ല എങ്കിൽ സെക്ഷൻ മോഡുലസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. വിച്ച് ഇസ് ദ നെയിം ഓഫ് ദ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് അറ്റ് ദ ക്രൗൺ ഓഫ് ആൻ ആർച്ച്. ഫസ്റ്റ് ഈ ആർച്ചിന്റെ പാർട്സ് ഒന്ന് നോക്കാം. ആർച്ചിന്റെ പാർട്സിൽ ആദ്യ ഓപ്ഷനിൽ കിടക്കുന്ന സ്ക്യൂ ബാക്ക് ആണ്. സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡോ അല്ലെങ്കിൽ സ്പ്ലൈഡോ ആയിട്ടുള്ള സർഫസ് അബട്ട്മെന്റിലുള്ളതിനെയാണ് സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ. സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അബട്ട്മെന്റിലുള്ള ഇൻക്ലൈൻഡോ സ്പ്ലൈഡോ ആയിട്ടുള്ള സർഫസിനെയാണ് സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞത്. ഇനി എന്താണ് വൗസിയർ? വൗസിയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർച്ചിലെ വെഡ്ജ് ഷേപ്ഡ് മേസണറി യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് വൗസിയർ. അത് എല്ലായിടത്തും ഉള്ള വൗസിയർ കാണിച്ചിട്ടുണ്ട് ഫിഗറില്. വൗസിയർ എന്ന് പറയുന്നത് ഒരു വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള മേസണറി യൂണിറ്റ് ആണ്, അതാണ് ആർച്ചായിട്ട് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് സോഫിറ്റ്. സോഫിറ്റ് എന്ന് പറയുന്ന ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ച് ആണ്. ഇന്നർ കർവ് അല്ല, ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ച് ആണ് സോഫിറ്റ് എന്ന് പറഞ്ഞത്. ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച് ആണ് ഇൻട്രാഡോർ. ആൻഡ് ഔട്ടർ കർവിനെയാണ് എക്സ്ട്രാ ഡോറുകൾ എന്ന് വിളിക്കുന്നത്. ഇനിയും ആ ആർച്ചിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ച് എന്ന് പറയുന്നതാണ് ക്രൗൺ എന്ന് പറഞ്ഞാൽ. ഹയസ്റ്റ് ആ ഒരു പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ക്രൗൺ ആണ്. ഇനി ക്രൗണിൽ വെച്ചിരിക്കുന്ന ആ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീ അല്ലെങ്കിൽ കീ സ്റ്റോൺ. കീ സ്റ്റോൺ എന്ന് വിളിക്കാറുണ്ട്, കീ എന്നും വിളിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു ആർച്ചിന്റെ ക്രൗണിൽ പ്ലേസ് ചെയ്യുന്ന വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ്, ആൻസർ അപ്പൊ എന്ത് വരും, കീ അല്ലെങ്കിൽ കീ സ്റ്റോൺ. A simply supported beam or span L carrying a pointed dot W at the center of a beam, what will be the bending moment diagram? സിംപ്ലി സപ്പോർട്ടഡ് കാൻഡിലിവർ, അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം, ഇതെല്ലാം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. സോ നമുക്കത് നോക്കാം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തു, അതിനകത്തൊരു പോയിന്റ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, സെന്ററിൽ ഒരു പോയിന്റ് ലോഡ് കൊടുത്തു. അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമെട്രിക്കൽ ലോഡാണ്, നടുക്കാണ് ലോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടായിട്ട് ഭാഗിക്കാം എന്ന് വെച്ചാൽ റിയാക്ഷൻസ് W/2, റിയാക്ഷൻ എ ആയ W/2, റിയാക്ഷൻ ബി ആണെങ്കിൽ W/2 എന്ന് കിട്ടും. അപ്പം അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റിലുള്ള റെക്ടാംഗിൾസ് ആണ്, വാല്യൂ എന്ത് വരും, W/2. ഇനി അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ത് വരും, W/2 into L/2 എന്ന് പറയുന്നതാണ് WL/4 എന്ന് പറയുന്നത്. ആ WL/4 ആണ് ഇവിടെ ഈ സെൻട്രലി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫിഗർ എങ്ങനെ ഇരിക്കുന്നത്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. അപ്പൊ ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് ലോഡ് മാത്രമല്ല, UDL ക്യാരി ചെയ്യുന്നത് വേണമെങ്കിൽ ചോദിക്കാം, അതിന്റെ വാല്യൂസ് ചോദിക്കാം. ഈ വാല്യൂ WL/4 എന്ന് പറഞ്ഞ വാല്യൂ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ, അതിന്റെ ഷേപ്പ് എന്താണ്, അതിന്റെ വാല്യൂ എന്താണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോർഷൻ ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡിനകത്ത് സെൻട്രലി ലോഡ് കൊടുത്താൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ ഇരിക്കും, ട്രയാങ്കിൾ ആയിരിക്കും. അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡിനകത്ത്
പോയിന്റ് ലോഡ് എടുത്ത ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് ഓപ്ഷൻ ബി പറഞ്ഞേക്കുന്നത്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞു. തിരിഞ്ഞു പോയത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ആണ്. Among the properties of cement to determine the compressive strength, what should be the face area of the cement mortar cube prepared for conducting the compression test? നമ്മളൊരു സിമെന്റ് മോട്ടാറിന്റെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുമ്പം അതിനകത്ത് ഫേസ് ഏരിയ അത് എത്രയാണെന്നാണ്, ക്യൂബിന്റെ ഫേസ് ഏരിയ എത്രയാണെന്ന് ചോദിക്കുക. അപ്പം കംപ്രഷൻ ടെസ്റ്റ് ആദ്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, കംപ്രഷൻ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ് സാൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 1:3 ആണ്. അത് ഓർത്തിരിക്കണം. അതേപോലെ അതിന്റെ മോൾഡിന്റെ സൈസ് 7.05 സെന്റിമീറ്റർ ആണ്. അതേപോലെ വാട്ടർ സിമെന്റ് റേഷ്യോ 0.4 ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ആണ് ഫേസ് ഏരിയ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത്രയും കാര്യം കംപ്രഷൻ ടെസ്റ്റ് ഓഫ് സിമെന്റിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യൂബിന്റെ ഫേസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ സ്ക്വയർ. ഇൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വാട്ട് ഡസ് ആൻ ആരോ റെപ്രസെന്റ്? നമുക്ക് ആദ്യം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലെ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓരോന്നും ഒന്ന് നോക്കാം. ഓപ്ഷനിലെ ആദ്യത്തേതാണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൽ കുറെ സെവറൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ടാസ്കുകളുണ്ട്. ആ ടാസ്ക് ഓഫ് ഓപ്പറേഷൻസിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി. ഇനി ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ആരോസിലായിരിക്കും. ആ ഫിഗറിനകത്ത് ABCDE എന്ന് കൊടുത്തിട്ടില്ലേ, അതാണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അത് ആരോസിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആരോസ് എന്ന് പറയുന്നതാണ് ആക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ടൈമിനെയും റിസോഴ്സസിനെയും കൺസ്യൂം ചെയ്യാറുണ്ട്. ഓക്കെ, അത്ര ഓർത്താൽ മതി ആക്ടിവിറ്റി. ഇനി ഈവന്റ് എന്ന് പറയുന്നത് ടൈമിനെയോ റിസോഴ്സസിനെയോ കൺസ്യൂം ചെയ്യാറില്ല. അതേപോലെ ആ ഫിഗറില് 1 അതിനകത്തൊരു സർക്കിളിനകത്ത് ഈ 1 എഴുതിയിരിക്കുന്നത്. സോ അതാണ് ഈവന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ്സ് റെപ്രസെന്റഡ് എ സർക്കിൾ ആൻഡ് ഈവന്റ് നമ്പർ ഈസ് റിട്ടേൺ വിത്തിൻ ദാറ്റ് സർക്കിൾ. ആ സർക്കിളിൽ ആ ഈവന്റിന്റെ നമ്പർ കൂടി റിട്ടേൺ ചെയ്യും. സോ അത്രയാണ് ഈവന്റിനകത്ത് ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് 1 ആണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് മാക്സിമം റിസോഴ്സസിനെ കൺസ്യൂം ചെയ്ത് മാക്സിമം ആയിട്ടുള്ള ഒരു പാത്ത്, കൺസ്യൂം ചെയ്യുന്ന മാക്സിമം ആകുന്നതുകൊണ്ട് അതിന് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പാത്ത് ആയിരിക്കും കിട്ടുന്നത്. ഇതെന്ന് പറയുന്നതാണ് ഒരു പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, കുറെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനകത്ത് പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പാത്ത്. ഇത് എപ്പോഴും ഒരു ലോങ്സ്റ്റ് റൂട്ട് ആയിരിക്കും. ഇപ്പൊ അത് ഫിഗറിനകത്ത് 1, 2, 4, 5 1, 2, 4, 5 അതാണ് പറയുന്നത് ഒരു ലോങ്സ്റ്റ് പാർട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അതൊരു ലോങ്സ്റ്റ് പാർട്ടാണ്. ആ ലോങ്സ്റ്റ് പാത്താണ്, അതിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ക്രിട്ടിക്കൽ പാത്തിൽ എപ്പോഴും സീറോ ഫ്ലോട്ടോ സ്റ്റാക്കോ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്രിട്ടിക്കൽ പാത്തിനകത്ത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് സ്റ്റാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട്. അതെന്ന് പറയുന്നത് സ്റ്റാക്ക് വിത്ത് റെഫറൻസ് ടു ആൻ ഈവന്റ് ആൻഡ് ഫ്ലോട്ട് ഈസ് വിത്ത് ദ റെസ്പെക്ട് ടു ആക്ടിവിറ്റി. സോ നമ്മുടെ ക്വസ്റ്റ്യന് ആക്ടിവിറ്റി, ഈവന്റ്, ക്രിട്ടിക്കൽ പാത്ത്, സ്റ്റാക്ക് ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആരോസ് എന്താണ് ഷോൺ ചെയ്യുന്നത്? സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ആരോസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആക്ടിവിറ്റിയെ. ആൻസർ ഈസ് ആക്ടിവിറ്റി. How many points or switches will be there in a turnout? ടേൺ ഔട്ടിന്റെ ഒരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് എത്ര പോയിന്റ്സ് സ്വിച്ചസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ടേൺ ഔട്ട്? ടേൺ ഔട്ട് എന്ന് പറയുന്നത് ട്രെയിനിനെ ഒരു ട്രാക്കിൽ നിന്നും വേറൊരു ട്രാക്കിലേക്ക് ഗൈഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ. ഈ ടേൺ ഔട്ട് സെക്ഷന് എത്ര പോയിന്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ആൻസർ 2 ആണ്. ഫിഗറിനകത്ത് ടേൺ ഔട്ട്സ് കാണിച്ചിട്ടാണ്, ടേൺ ഔട്ടിലുള്ള പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്. ആൻസർ ആണ് 2. Which of the following is inversely proportional to the coefficient of permeability? സോ അതിനാദ്യം കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി റിലേറ്റ് ചെയ്യുന്ന സോയിൽ മെക്കാനിക്സ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. A is equal to E cube CD square by mu1 plus C. ഇതിനകത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏതാണെന്ന് ആ ഇക്വേഷൻ തന്നെ കിടപ്പുണ്ട്. ഏതാണ്? മ്യൂ എന്ന് പറയുന്നതാണ് വിസ്കോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഇ എന്ന് പറയുന്ന വോയിഡ് റേഷ്യോ ആണ്. DS എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ആണ്. റോ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ആണ്. സോ ആൻസർ ഇപ്പൊ എന്ത് വരും? ഓപ്ഷൻ ഡി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ആണ് വിസ്കോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. In case of steel column section,
വാട്ട് ഈസ് ദ ഫില്ലറ്റ്? അപ്പൊ ആദ്യം ഒരു സ്റ്റീൽ കോളം സെക്ഷൻ നോക്കാം. എന്താണ് ഫില്ലറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫില്ലറ്റ് വെൽഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു വെബ് ഉണ്ട്, ഫ്ലാഞ്ച് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് സാധാരണ നമ്മൾ ഒരു സ്റ്റീൽ കോളം സെക്ഷനകത്ത് ഫില്ലറ്റ് നമ്മൾ കൊടുക്കാറുള്ളത്. ഫില്ലറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലാഞ്ചിനും വെബിന്റെയും ജംഗ്ഷൻ പോർഷനിലാണ് നമ്മൾ ഫില്ലറ്റ് കൊടുക്കാറുള്ളത്. അപ്പം സോ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്ഷൻ ബി, ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്ലാഞ്ച് ആൻഡ് വെബ്. As per IS code for the design of steel structures, what is the maximum deflection of a loaded beam? IS code അനുസരിച്ച് ഒരു ലോഡഡ് ബീമിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 1/325 ഓഫ് സ്പാൻ ആണ്. By which of the following the final size of town will be anticipated? ഒരു ഫൈനൽ സൈസ് ഓഫ് ടൗൺ എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് നമ്മളൊരു ടൗൺ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈസിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ഔട്ടർ പാർട്ടിലുള്ള ഗ്രീൻ ബെൽറ്റുകളാണ്. നമ്മൾ ആ ഏറ്റവും ഔട്ടർ പാർട്ടിലായിട്ട് ഒരു ഗ്രീൻ ബെൽറ്റ് നമ്മൾ കൊടുക്കും. അതാണ് ഒരു ടൗൺ പ്ലാനിങ് ചെയ്യുമ്പം ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന ഒരു ടൗണിന് ഏത് ഷേപ്പ് അല്ലെങ്കിൽ ഏത് സൈസ്, എത്ര സൈസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ഗ്രീൻ ബെൽറ്റ് എത്രയുണ്ടെന്ന് നോക്കുക. ആ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഗ്രീൻ ബെൽറ്റിന്റെ ഒരു ഭാഗമാണ്. ആ ഗ്രീൻ ബെൽറ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫൈനൽ സൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഗ്രീൻ ബെൽറ്റ് എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നതിന്റെ ബേസിസിലാണ്. സോ ആൻസർ ഈസ് ഗ്രീൻ ബെൽറ്റ്. When the direct ranging is done in chain survey, first of all എന്താണ് റേഞ്ചിങ്, എന്താണ് ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റേഞ്ചിങ് എന്ന് നോക്കാം. റേഞ്ചിങ് എന്ന് പറയുന്നത് ഫിക്സിംഗ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് സച്ച് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ്, ദാറ്റ് ഈസ് കോൾഡ് റേഞ്ചിങ്. ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഫിക്സ് ചെയ്യുകയോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുന്നതിന്റെ പേരാണ് റേഞ്ചിങ്. അത് രണ്ട് തരമുണ്ട്. ഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്, ഇൻഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്. ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത് സർവേ ലൈൻസ് രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇന്റർവിസിബിൾ ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ള റേഞ്ചിങ്ങിനെയാണ് നമ്മൾ ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ. ലൈൻ റേഞ്ചേഴ്സോ അല്ലെങ്കിൽ തിയോഡലൈറ്റ് ഇൻസ്ട്രുമെന്റ്സോ യൂസ് ചെയ്ത് നമുക്ക് റേഞ്ച് ചെയ്യാൻ പറ്റും. രണ്ട് പോയിന്റ്സും വിസിബിൾ ആണ്. ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് ചെയ്യേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ ഹില്ലോക്സിൽ റേസ്ഡ് ആയിട്ട് ഒരു ഗ്രൗണ്ട് ഉള്ള സമയത്ത് രണ്ട് പോയിന്റ്സ് നമുക്ക് വിസിബിൾ അല്ലാത്ത കേസിലാണ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് ചെയ്യുന്നത്. സോ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഈസ് നോട്ട് ഇന്റർവിസിബിൾ. രണ്ടിടത്തും രണ്ട് പോയിന്റ്സുകൾ രണ്ടും ഇന്റർവിസിബിൾ അല്ലാത്ത കേസിലാണ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് റേഞ്ചിങ് ഒരു ചെയിൻ സർവേക്കകത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് എപ്പോഴാണ്? രണ്ട് സ്റ്റേഷനുകൾ ഇന്റർവിസിബിൾ ആകുമ്പോൾ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി വരും, when the two stations are intervisible. ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്ത്? ഓപ്ഷൻ ബി വന്നേനെ, ടു സ്റ്റേഷൻസ് ആർ നോട്ട് ഇന്റർവിസിബിൾ. അത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, when two stations are intervisible. What is the name of the cross drainage work if the canal crosses the drains at a higher elevation than the drains? ഇറിഗേഷന്റെ സബ്ജക്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക, കാരണം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കനാല് മുകളിലും ഡ്രെയിൻ താഴെയുമായിട്ടാണ് എങ്കിൽ ആ ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്കിന്റെ പേരെന്താണ്? ആൻസർ ആണ് അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. അക്യുഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? കനാല് ഹയർ എലിവേഷനിലായിരിക്കും നിൽക്കുന്നത് ദാൻ ദാറ്റ് ഓഫ് സ്ട്രീംസ് അല്ലെങ്കിൽ ഡ്രെയിൻസ്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്യുഡക്റ്റ്. If a groundwater body is separated from the main groundwater by a relatively impermeable stratum of small aerial extent located above the main groundwater body, then what type of aquifer it is? അപ്പൊ ആദ്യം ടൈപ്പ് ഓഫ് അക്യുഫേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. കൺഫൈൻഡ് അക്യുഫേഴ്സ് ഉണ്ട്, അൺകൺഫൈൻഡ് ഉണ്ട്, പെർച്ച്ഡ് ഉണ്ട്, ആർട്ടീഷ്യൻ ഉണ്ട്. ഫസ്റ്റ് കൺഫൈൻഡ് അക്യുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മുകളിലും താഴെയുമായിട്ട് ഇംപെർമിയബിൾ ലെയർ ലൈക്ക് ഹാർഡ് റോക്ക് ആയിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഇംപെർമിയബിൾ ലെയർ കൊണ്ട് കൺഫൈൻഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും. അതിന് ഇടയിലുള്ള ബിറ്റ്വീൻ പോർഷനിലൂടെ ആയിരിക്കും വെള്ളം എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. അതാണ് കൺഫൈൻഡ് അക്വിഫർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് അൺകൺഫൈൻഡ് അക്വിഫർ എന്ന് പറയുന്നത് അതിന്റെ ബോട്ടം ഭാഗം മാത്രം ഒരു ഇംപെർമിയബിൾ മെമ്മറൈൻ കാണും. അതിന്റെ ടോപ്പ് പോർഷൻ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഓപ്പൺ ടു എർത്ത് എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അതാണ് അൺകൺഫൈൻഡ് അക്വിഫർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പെർച്ച്ഡ് അക്വിഫർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ലെയർ മാത്രം ഇംപെർമിയബിൾ ആയിട്ട് ഒരു ചെറിയ ഏരിയൽ എക്സ്റ്റെന്റില് നമ്മൾ അതിനകത്ത് വെള്ളം എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അതിനെയാണ് ഈ പെർച്ച്ഡ് അക്വിഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടീഷ്യൻ ആണ്, അത് വാട്ടർ റൈസസ് ഇൻ പൈപ്പ് മേ ബി ടു ദ സർഫസ്, അതാണ് ആർട്ടീഷ്യൻ അക്വിഫേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ടൊന്നും അപ്പം ഒരു ഇംപെർമിയബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിയാണ്, ചെറിയൊരു ഏരിയൽ എക്സ്റ്റെൻഡി മാത്രമേ ഉള്ളൂ, മെയിൻ ഗ്രൗണ്ട് വാട്ടർ ബോഡിക്ക് മുകളിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു. ആ ടൈപ്പ് ഓഫ് അക്വിഫറിനെ വിളിക്കുന്ന പേരാണ് പെർച്ച്ഡ് അക്വിഫർ. ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് പെർച്ച്ഡ് വാട്ടർ ബോഡി. സോ ഇതാണ് ആൻസർ, പെർച്ച്ഡ് അക്വിഫർ. Which property of cement among the following is determined using Vickert apparatus? Vickert apparatus വെച്ചിട്ട് സിമെന്റിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? സോ ഇതാണ് വിക്കാട്ട് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയും ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ വിക്കാട്ട് അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഡയമെൻഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഫസ്റ്റ് കൺസിസ്റ്റൻസി കണ്ടുപിടിക്കുന്നത് പ്ലഞ്ചർ യൂസ് ചെയ്ത്, ആ നീഡിലാണ് ഓർക്കേണ്ടത്. ഓരോ നീഡിൽസ് ഉണ്ട്, അതിന് ഓരോന്ന് ഇനിഷ്യലും ഫൈനലും ഒക്കെ കണ്ടുപിടിക്കുന്നത്, അതേപോലെ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കുന്നതിനൊക്കെ ഓരോ നീഡിലിന്റെ പ്രത്യേകതയുണ്ട്. അതിന്റെ ഡയമെൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് കൺസിസ്റ്റൻസി കണ്ടുപിടിക്കുന്നത് പ്ലഞ്ചർ ഉപയോഗിച്ച്. ആ പ്ലഞ്ചർ അവിടെ കാണിച്ചിട്ടുണ്ട്. പ്ലഞ്ചറിന്റെ ഡയമെൻഷൻ അത് 50 mm ഹൈറ്റ് ആണ്. അതിന്റെ ഡയ ചോദിച്ചിട്ടുണ്ട് 10 mm ആണ്. അപ്പൊ ഡയ എത്രയാണ്, 10 mm ഹൈറ്റ് എന്ന് പറഞ്ഞ 50 mm ആയിരിക്കും പ്ലഞ്ചർ. ഇത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ആണ്. ഇനി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നോർമൽ കൺസിസ്റ്റൻസി ഓഫ് OPC എത്രയാണ്, അതും ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. 25% സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നോർമൽ കൺസിസ്റ്റൻസി ഓഫ് OPC എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത്രയാണ് നിങ്ങൾ ആ കൺസിസ്റ്റൻസിക്കകത്ത് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിലേക്ക് വരാം. ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിനകത്ത് ഒരു സ്ക്വയർ നീഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്ക്വയർ നീഡില് നിങ്ങൾ മൂന്നാമത്തെ ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. സ്ക്വയർ നീഡിലിന്റെ സൈസ് എന്ന് പറയുന്നത് 1 mm ആണ്. ഓക്കെ, 1 mm സൈസ് ആണ് ആ സ്ക്വയർ നീഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, 1 mm. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഫൈനൽ ആനുലാർ നീഡിൽസ് ഉണ്ട്. ആനുലാർ നീഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈനൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനാണ് ആനുലാർ കോളാർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആനുലാർ കോളാറിനകത്ത് ഇംപ്രഷൻസ് ഉണ്ടാവാൻ പാടില്ല, നീഡിലിനകത്ത് ഷോസ് ആൻ ഇംപ്രഷൻ. അങ്ങനെയായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക അതിനകത്ത്. സോ ഇതാണ് വിക്കാട്ട് അപ്പാരറ്റസ്. എന്തൊക്കെ കണ്ടുപിടിക്കാനാണ്, കൺസിസ്റ്റൻസി, ഇനിഷ്യല്, ഫൈനല്, സെറ്റിംഗ് ടൈം, എന്തിന്റെ, സിമെന്റിന്റെ. സോ അപ്പം വിക്കാട്ട് അപ്പാരറ്റസ് യൂസ് ചെയ്ത് സിമെന്റിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മൾ കൺസിസ്റ്റൻസി ഉണ്ട്, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ്. അപ്പൊ ഓപ്ഷന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതേ ഉള്ളൂ, സെറ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഈസ് സെറ്റിംഗ് ടൈം. വാട്ട് ഈസ് ദ ബിൽട്ടപ്പ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് അറ്റ് എനി ഫ്ലോർ ലെവൽ? സോ ആദ്യം നമുക്ക് ഈ ഓപ്ഷൻസിലുള്ള എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇനി ഓരോ ഏരിയാസ് നമുക്ക് നോക്കാം. ഇതൊക്കെ ഇതേ ഡെഫിനിഷൻ തന്നെ ചോദിച്ചിട്ടുള്ള. സോ ഈ ടേബിൾ അങ്ങ് കാണാൻ പഠിക്കണം. സോ പ്ലിന്ത് ഏരിയ ഫസ്റ്റ് വൺ ആണ് പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. ഏതൊരു സ്റ്റോറിയുടെയും ഫ്ലോർ ലെവലിന് നേരെ എടുക്കുന്ന ബിൽട്ടപ്പ് കവേർഡ് ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലിന്ത് ഏരിയ. ഓക്കെ, ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ഓഫ് ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി, അതിനെയാണ് പ്ലിന്ത് ഏരിയ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫ്ലോർ ഏരിയ. പ്ലിന്ത് ഏരിയയിൽ നിന്നും വോളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറിന്റെ ഏരിയ കിട്ടും. ഓക്കെ, പ്ലിന്തിന്റെ ഏരിയയിൽ നിന്നും വോളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ ഫ്ലോറിന്റെ ഏരിയ കിട്ടും. നെക്സ്റ്റ് വൺ ആണ് കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ആ ഫ്ലോർ ഏരിയയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഫ്ലോർ ഏരിയയിൽ നിന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. യൂസ് ചെയ്യുന്ന ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഫർണിച്ചേഴ്സ് വെക്കുന്ന സ്ഥലം, ബെഡ് വെക്കുന്ന, ടേബിൾ വെക്കുന്ന, അങ്ങനെയുള്ള യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, യൂസ്ഫുൾ സ്പേസ് എന്ന് പറയും. റൂമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം,
നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളല്ല, അല്ലാതെ ഫർണിച്ചേഴ്സ് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടേബിൾ വെക്കാന്, ഫർണിച്ചേഴ്സ്, ചെയർസ് വെക്കാന് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. സോ കവേർഡ് ഏരിയ ഓഫ് യൂസ്ഫുൾ സ്പേസ് ഓഫ് റൂംസ് അറ്റ് എനി ഫ്ലോർ വിത്തിൻ ദാറ്റ് ബിൽഡിംഗ്, ദാറ്റ് ഈസ് കോൾഡ് കാർപ്പറ്റ് ഏരിയ. നെക്സ്റ്റ് വൺ ആണ് സർക്കുലേഷൻ ഏരിയ. സർക്കുലേഷൻ ഏരിയ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. അതിനകത്ത് സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പം റൂം ടു റൂം ട്രാവൽ ചെയ്യാൻ അങ്ങനെയുള്ള സർക്കുലേഷനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ആണെങ്കിൽ ഫ്ലോർ ടു ഫ്ലോർ ആയിരിക്കും. ദാറ്റ് മീൻസ് ലിഫ്റ്റോ സ്റ്റെയറോ അങ്ങനെയുള്ള എന്തെങ്കിലും. സോ എക്സാമ്പിൾ ആണ് ലോബീസ്, കോറിഡോർസ്, സ്റ്റെയർ, ലിഫ്റ്റ്. സോ അതാണ് സർക്കുലേഷൻ. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. So question എന്താണ് പറഞ്ഞിരിക്കുന്നത്? What is a built-up area of a building at any floor level is? ആൻസർ എന്താണ് അപ്പം വരുന്നത്? പ്ലിന്ത് ഏരിയ. അതിന്റെ ആൻസർ ആണ് പ്ലിന്ത് ഏരിയ. ബാക്കിയെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. സോ ആൻസർ എന്ത് വരും? പ്ലിന്ത് ഏരിയ. In case of primary tension failure, in which of the following section tension crack appear? ഇതിൽ ഏതിനകത്താണ് ടെൻഷൻ ക്രാക്ക് ആദ്യം അപ്പിയർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് ഈ ബാലൻസ്ഡ്, അണ്ടർ, ഓവർ ഈ സെക്ഷൻസ് ഓരോന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RCC ബീം സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ബാലൻസ്ഡ്, അണ്ടർ റീൻഫോഴ്സ്ഡ്, ഓവർ റീൻഫോഴ്സ്ഡ്. ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ പെർമിസിബിൾ സ്ട്രെസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പെർമിസിബിൾ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് NCക്ക് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡെപ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മൾ ഈ ബാലൻസ്ഡ് സെക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ റീൻഫോഴ്സ്ഡ് എന്താന്ന് നോക്കാം. അണ്ടർ റീൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ നമ്മൾ ബാലൻസ്ഡ് സെക്ഷനെക്കാട്ടിലും കുറവായിട്ടായിരിക്കും അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് ബാലൻസ്ഡ് സെക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് കുറവായിരിക്കും. ആ ഡെപ്ത് നിങ്ങൾ നോക്കിയാൽ N<NC എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ക്രിട്ടിക്കലിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ റീൻഫോഴ്സ്ഡ് കിട്ടുന്ന ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അതേപോലെ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ അവിടെ കുറവായതുകൊണ്ട് ആദ്യം ഫെയിൽ ചെയ്യുന്നത് എന്തായിരിക്കും? സ്റ്റീൽ ആയിരിക്കും. അതാണ് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇതാണ് നമ്മൾ സാധാരണ ഡിസൈനിന് വേണ്ടി അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, അതിന്റെ പ്രത്യേകത പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഓവർ ആണ്, കുറച്ച് കൂടുതലാണ്. ബാലൻസ്ഡ് സെക്ഷനെക്കാട്ടും കൂടുതലായിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഫെയിൽ ചെയ്യുന്നത് കോൺക്രീറ്റ് ആയിരിക്കും. കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ചെയ്തിട്ട് പിന്നെ സ്റ്റീൽ ഫെയിൽ ചെയ്ത്. അപ്പൊ കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു അലാം കാണിക്കത്തില്ല. ഒരു അലാം ഇല്ലാതെ പെട്ടെന്ന് കൊളാപ്സ് ആവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരിക്കലും നമ്മൾ പ്രിഫർ ചെയ്യാത്ത ഒരു സെക്ഷനാണ് ഈ ഓവർ റീൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ. അതേപോലെ നമ്മുടെ ബാലൻസ്ഡ് സെക്ഷന്റെ ക്രിട്ടിക്കൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ അത്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഒരു ഫിഗറും വെച്ച് മനസ്സിലാക്കിയിരിക്കണം. സോ അപ്പൊ ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ പ്രൈമറി ടെൻഷൻ ഫെയിലിയർ, ആദ്യം ടെൻഷൻ ഫെയിൽ ആവുന്ന അല്ലെങ്കിൽ സ്റ്റീൽ ഫെയിൽ ആകുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെവിടെയാണ്? അണ്ടർ റീൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിലാണ് ആദ്യം സ്റ്റീൽ ഫെയിൽ ആവുന്നത്. സോ ആൻസർ ഈസ് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. And the last question, which among the following is a temporary dam constructed for facilitating construction work? പിന്നെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് വിശദമായിട്ട് ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റിനകത്ത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് കിടപ്പുണ്ട്. അതിനകത്ത് പ്രത്യേക ടോപ്പിക്കായിട്ട് ഡാം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഡാംസ് എല്ലാം ഡിഫൈൻ ചെയ്യും. ബട്രസ് ആയാലും ഡിറ്റൻഷൻ ആയാലും കോഫർ ആയാലും എല്ലാ ഡാംസും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പ്ലേലിസ്റ്റിൽ പോയി തന്നെ കാണുക. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഡാം കൺസ്ട്രക്ഷൻ ആണ്. അത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാൻ വേണ്ടി അവിടെ ഒരു ടെമ്പററി ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുവാണ്. ഒരു ടെമ്പററി ഡാം എൻക്ലോഷറിനെ വിളിക്കുന്ന പേരാണ് കോഫർ ഡാം. മറ്റുള്ള ഡാംസ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ആ വീഡിയോക്ക് അത് സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. സോ ഇന്നത്തെ ഈയുടെ ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ധാരാളം വീഡിയോസ് കിട്ടാൻ വേണ്ടി, ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.